ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഞാൻ ഷെഹറൂബ ഷമീർ. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് പുളിയിഞ്ചിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനു വേണ്ടി 3 നാരങ്ങ വലിപ്പത്തിലുള്ള പുളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ കപ്പളവിൽ നോക്കുകയാണെങ്കിൽ 1/2 കപ്പ് പുളിങ്ങ ഉണ്ടാവും. അപ്പോൾ ആദ്യം തന്നെ നമുക്കിത് സോക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതിനു വേണ്ടി 1/2 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് 1/2 കപ്പ് വെള്ളത്തിൽ ഇതിന് ഒരു 5 മിനിറ്റ് നേരം സോക്ക് ചെയ്ത് വെക്കാം. നമ്മൾ സോക്ക് ചെയ്യാൻ വെക്കുമ്പോൾ കൈകൊണ്ട് നന്നായി ഞൊരടിക്കെടുക്കുക. അപ്പോൾ പെട്ടെന്ന് നമുക്ക് പുളിയെല്ലാം കിട്ടിക്കോളും. പിന്നെ 1/2 കപ്പ് വെള്ളത്തിൽ നന്നായി ഒന്ന് ഞൊരടിയതിന് ശേഷം ഇതിലെ ജ്യൂസൊക്കെ എടുക്കുക. പിന്നീട് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ഒന്നും കൂടി ഇതിലെ ജ്യൂസ് എടുക്കുക. പിന്നീട് ലാസ്റ്റ് ഒരു 1/2 കപ്പ് വെള്ളം കൂടി, അങ്ങനെ മൊത്തത്തിൽ 1.5 കപ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്തെടുത്ത ജ്യൂസാണിത്. അപ്പോൾ അധികം വെള്ളം ഒഴിച്ചതിൽ ജ്യൂസ് എടുക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് വറ്റിച്ച് കളയാൻ ഒത്തിരി സമയമെടുക്കും. അപ്പോൾ 1.5 കപ്പ് വെള്ളത്തിലാണ് ഇപ്പോൾ ഇതിൻ്റെ പുളി ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഒരു പാനിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കണം. അപ്പം ഞാൻ ആദ്യം തന്നെ കടുകും വറ്റൽമുളകൊക്കെ പൊട്ടിച്ചതിന് ശേഷമാണ് പുളിയിഞ്ചി ഉണ്ടാക്കുന്നത്. സാധാരണ ചിലർ പുളിയിഞ്ചി ഉണ്ടാക്കിയതിന് ശേഷം കടുക് വറുക്കാറാണ് ചെയ്യാറ്. ഇനി ഇതിലേക്ക് 4 വറ്റൽമുളക് പൊട്ടിച്ചത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു ട്രിപ്പിൽ തന്നെ നമ്മുടെ പുളിയിഞ്ചി റെഡിയായി കിട്ടും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ കടുകൊക്കെ ആദ്യം തന്നെ വറക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഇഞ്ചിയാണ്. ഞാനിവിടെ 50 ഗ്രാം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. ഇത് ചെറിയ പീസായി കൊത്തി അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുളിയിഞ്ചി എന്ന് പറയുമ്പോൾ തന്നെ മെയിനായിട്ട് പുളി ഇഞ്ചിയാണല്ലോ വേണ്ടത്. പിന്നെ ഞാൻ 4 പച്ചമുളക് ചെറുതായി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതും കൂടി ഇതിലേക്കിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. പച്ചമുളകിൻ്റെയും ഇഞ്ചിയുടെയും പച്ചച്ചുവ മാറുന്നത് വരെ നന്നായി വഴറ്റിയെടുക്കണം. ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് വഴറ്റിയെടുക്കാൻ. ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ ഇത് വഴറ്റിയെടുക്കണം. ഇപ്പോൾ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതിൻ്റെ പച്ചച്ചുവ മാറുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് കായപ്പൊടി ചേർക്കുന്നുണ്ട്. ഒരു പിഞ്ച് കായപ്പൊടി ചേർത്താൽ മതി. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും നമ്മുടെ പുളിയിഞ്ചിക്ക്. അപ്പോൾ ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് പുളിവെള്ളമാണ്. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 3 അച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇത് വെള്ള ശർക്കര ആയതുകൊണ്ട് തന്നെ അഴുക്കൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഡയറക്റ്റ് ആയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ശർക്കര ഉരുക്കി ശർക്കരപ്പാനി ആയിട്ട് ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ അധികമാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ശർക്കരപ്പാനിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നല്ല തിക്കിലായിട്ട് ഉണ്ടാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ പുളിവെള്ളം തിളക്കുന്ന കൂട്ടത്തിൽ ഈ ശർക്കരയും നന്നായി മെൽറ്റ് ആയിക്കോളും. അപ്പോൾ പുളിവെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് വറ്റിച്ചെടുക്കാം. ഒരു 10 മിനിറ്റോളം ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതിയാകും. അപ്പോഴേക്കും ശർക്കരയും മെൽറ്റാവും, പുളിയും തന്നെ നന്നായി തിക്കായി വന്നിട്ടുണ്ടാവും. അപ്പോൾ ശർക്കരയൊക്കെ നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ പല ഭാഗങ്ങളിലും പല സ്റ്റൈലിലാണ് കേട്ടോ പുളിയിഞ്ചി ഉണ്ടാക്കുക. ചിലയിടങ്ങളിൽ ശർക്കര ചേർക്കാറില്ല. അതുപോലെ നമ്മളിപ്പോൾ ഇഞ്ചി ചെറിയ പീസായി കട്ട് ചെയ്തിട്ടാണല്ലോ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ചില ഭാഗങ്ങളിൽ ഇഞ്ചി പേസ്റ്റ് ആക്കിയിട്ട് ചേർക്കാറുണ്ട്. അപ്പോൾ പല മോഡലിലും നമുക്ക് പുളിയിഞ്ചി ഉണ്ടാക്കാം. അപ്പം ഞങ്ങളുടെ ഇവിടങ്ങളിൽ ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കാറ്, ഈ മലപ്പുറം സ്റ്റൈലിൽ. അപ്പോൾ നമ്മുടെ പുളിയിഞ്ചി ഇപ്പം നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയ റെസിപ്പി പുളിയിഞ്ചിയാണ് കേട്ടോ. ഞാൻ 7ാം ക്ലാസ് പഠിക്കുമ്പോൾ ഒരു വെക്കേഷൻ ടൈമിലാണ് ഞാൻ പുളിയിഞ്ചി ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കുന്നത്. അപ്പോൾ അത് സക്സസ് ആയിരുന്നു. കാരണം ഈസി ആണല്ലോ പുളിയിഞ്ചി ഉണ്ടാക്കാൻ. ആരുണ്ടാക്കിയാലും ഇത് ഫെയിൽ ആവാനൊന്നും സാധ്യതയില്ല. അപ്പോൾ നമ്മുടെ പുളിയിഞ്ചി ഇപ്പോൾ ഇവിടെ നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇനി ഇത് വാങ്ങി വെക്കാം. തണുത്തതിന് ശേഷം നമുക്ക് കുപ്പികളിലാക്കി സൂക്ഷിക്കാം. അപ്പോൾ ഈ ഈസി പുളിയിഞ്ചി റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാത്രം ഒന്ന് ലൈക്കും ഷെയറും ചെയ്യണേ. അപ്പോൾ ഇനിയും ഒരുപാട് വെറൈറ്റി റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്